ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല കേട്ടോ, നമുക്ക് കിച്ചണിലേക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം പരിചയപ്പെടുത്താമെന്നോർത്ത് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ട് കേട്ടോ. കാണാത്തവരുണ്ടാവില്ലേ, ഇത് കണ്ടിട്ടില്ലേ, ഈ കൊലത്തി കിടക്കുന്ന മഞ്ഞ പൂവായിട്ടുള്ള അതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ താരം. പക്ഷേ ഇതിൻ്റെ കൂടെ ഇവിടെ കുറച്ച് നല്ല സുന്ദരിയായിട്ടുള്ള പൂക്കളും കൂടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പറയില്ലേ മുയൽ ചെവിയൻ എന്നൊക്കെ പറഞ്ഞ ഒരു പച്ചമരുന്നാണ്. അതിങ്ങനെ നിലത്തോട് ചേർന്ന് പറ്റിയിരിക്കും. പക്ഷേ ഇവിടെ വെയിലേറൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു ദിവസം തന്നെ ഒരു 750 പൂക്കളുണ്ടായിട്ടിരിക്കും കേട്ടോ. നമ്മുടെ സൂര്യകാന്തി പൂവിൻ്റെയൊക്കെ ആയിട്ടുള്ള അതുപോലെ അത് മൂത്ത് കഴിയുമ്പോഴേ നമ്മുടെ അപ്പൂപ്പന്താടി പോലെ അതിങ്ങനെ ഷെയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പറന്നു പോകും. നല്ല രസമായിട്ടത് കാണാനായിട്ട്. ഒത്തിരി ഉണ്ട് കേട്ടോ, ഒരു 3-4 ചുവടാണ്, ഒരുപാടുണ്ട്. ഇതിപ്പോൾ ഒക്കെ തീർന്നു പോയിട്ട് ലാസ്റ്റായപ്പോൾ ഞാനൊന്ന് പിടിച്ചതാണ്. ഇതിൻ്റെ താഴെ ആ മണ്ണിൽ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പെരിഞ്ജീരകം, സൂം എന്നൊക്കെ പറയും. അപ്പം ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ചോട്ടിലൊന്ന് വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി, ഇത് തൊടുമ്പോൾ തന്നെ ഇതിലൊരു നല്ലൊരു പെരിഞ്ജീരകത്തിൻ്റെ മണം വരും. ഇത് കണ്ടില്ലേ, ഈ പൂത്തൊളിഞ്ഞ് ഇത് നിൽക്കുന്ന പൂവൊക്കെ പോയിട്ട് പിന്നെ ഉണ്ടായി വന്ന് നിൽക്കണതാണ് ഈ ഒരു അരിമണി പോലെ നിൽക്കുന്നത് നമ്മുടെ പെരിഞ്ജീരകമാണ്. അതൊരു ചെറിയൊരു ഇതെടുത്ത് നമ്മൾ വായിലൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 10 ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ ജീരകമല്ല അത് വായിലിട്ട് ആ ഫീല് തരും. ഇന്ന് ഇടയ്ക്കൊക്കെ അടർത്തി കൊണ്ടുപോയി ചിക്കനൊക്കെ വെക്കുകയൊക്കെ ചെയ്യണ സമയത്ത് ബീഫൊക്കെ വെക്കുമ്പോൾ ഒന്ന് കൊത്തി ചതച്ചിടും കേട്ടോ, നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വീട്ടിലൊന്ന് നട്ട് നോക്കുക. ഞാൻ കുറേ നട്ടിട്ട് മഴയൊക്കെ വന്ന് എനിക്ക് ആകപ്പാടെ ഒരു ചുവട് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെടിച്ചട്ടിയിലോ എന്തെങ്കിലും ഇറയത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത് പൂക്കണ സമയത്ത് നല്ല മണവും വരും. നമുക്ക് കിച്ചണിലേക്ക് യൂസും ചെയ്യാം. ഒത്തിരി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് പാത്രത്തിലെ കണ്ടെയ്നറിലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ അത് നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.